എന്റെ പൊന്നു ദൈവങ്ങളെ, വേറെ വഴിയില്ലാഞ്ഞിട്ടാണ് ഞാൻ ഈ വഴി തെരഞ്ഞെടുത്തത്. കിഡ്നാപ്പിംഗ് ഒരു നല്ല തൊഴിലല്ലെന്ന് എനിക്കറിയാം. എന്നോട് ക്ഷമിക്കണം. ഇപ്പോഴത്തെ സ്ഥിതിക്ക് ഇതിനാണ് മാർക്കറ്റിൽ നല്ല ഡിമാൻഡ്. നേരത്തെ ഒരു പലചരക്ക് കട ഉണ്ടായിരുന്നു. ഓൺലൈനും സൂപ്പർ മാർക്കറ്റും വന്നതോടുകൂടി അതും പൊട്ടി. പിന്നെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതാണ് ഞാൻ ഈ കിഡ്നാപ്പ് ബിസിനസ് ആരംഭിച്ചത്. എൻ്റെ ദൈവമേ, ഇനിയെങ്കിലും നല്ല കുറെ കൊട്ടേഷൻ വർക്കുകൾ കിട്ടി എന്നെ രക്ഷിക്കണേ എൻ്റെ ദൈവം തമ്പുരാനെ. ഈശ്വരാ. അല്ല, പറഞ്ഞ പോലെ എൻ്റെ അസിസ്റ്റന്റ് വിശംബരെ കാണുന്നില്ലല്ലോ. രാവിലെ കമ്പനിയുടെ ബോർഡ് എഴുതിക്കാൻ പോയതാണല്ലോ. പിന്നെ എവിടെ കിടക്കേണ് ഈ പണ്ടാരക്കാലൻ? മോലാളി എത്തിയാ? എവിടെയാ ബോർഡ്? ഇക്കട ചൂട് മോലാളി. ഇതെന്താ CD കമ്പനി അതോ കൊല്ല വർച്ച? സോറി മോലാളി, ആളെ കിടത്തറ ഞാൻ തന്നെ എഴുതിയത്. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോ ഈ പേര് തന്നെ കറക്റ്റാണ്. അല്ല വിശംബര, ഇതെന്താണ് CD കമ്പനി? മോലാളിയല്ലേ പറഞ്ഞത് നല്ല വെയിറ്റ് ഉള്ള പേരൊക്കെ വേണമെന്ന്. ബോംബെയിലെ അതുപോലെയൊക്കെ ഇതുപോലെ പേരെ ഇടുന്നത്. അതാ ഇങ്ങനെ എഴുതിയത്. ഷോ എടാ, അത് CD കമ്പനി അല്ല, D കമ്പനി. D മനസ്സിലായ? ഓ, D കമ്പനി. ശരി ശരി ശരി, അതെ. എടാ വിശംബര, നീ ഇതല്ല ഇതിനപ്പുറം എഴുതുമെന്ന് എനിക്കറിയാം. പണ്ട് എന്റെ അച്ഛന്റെ നാടക സമിതിയായ ഈരാറ്റുപേട്ട നാടക കലാസമിതിയുടെ ബോർഡ് എഴുതാൻ നിന്നെ ഏൽപ്പിച്ചപ്പ നീ എന്താ എഴുതിയത്? ഒന്ന് പറഞ്ഞേ. ഇരട്ടപെറ്റ കാളസമിതി. എന്ത്? ഇരട്ടപെറ്റ കാളസമിതി. അങ്ങനെയുള്ള നീ ഇതല്ല ഇതിനപ്പുറം എഴുതുമെന്ന് എനിക്കറിയാം. മനസ്സിലായ? എടാ, ഇനി ഈ ബോർഡിന്റെയൊക്കെ ആവശ്യമില്ല. D കമ്പനി അധോലോക വർഷന്റെ പരസ്യം ഞാൻ കൊടുത്തിരിക്കുന്നു. എവിടെ മുതലാളി? ഓൺലൈൻ. ഇനി നമ്മൾക്ക് ചറപറ കൊട്ടേഷൻ വന്നുകൊണ്ടേയിരിക്കും. ഉറങ്ങാനുള്ള സമയമില്ല. ഉറക്കമില്ലാത്ത രാത്രികൾ മാത്രമാണ് നമുക്കുള്ളത്. സോ വി ആർ റെഡി ഫോർ ദ ബാറ്റിൽ. മുതലാളി കോൾ കോൾ എടുക്ക് മുതലാളി. ഹലോ, D കമ്പനി അധോലോക വർക്സ്. മുതലാളി കൊട്ടേഷനാ? എന്തോ കട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടല്ലോ. കയ്യാണ് തലയാണ് കാലാണ്? എന്താണ്? നമ്മുടെ ഫോൺ കണക്ഷൻ കട്ട് ചെയ്യുമെന്ന്. എന്നാണ്? നാളെ അവസാനത്തെ ഡേറ്റ് ആണ്. അയ്യേ, എന്ത് കമ്പനിയാണ് മുതലാളി ഇത്? നമുക്കിനി വേറെ വഴിയില്ല. ഇനി ഒരു കൊട്ടേഷൻ കിട്ടിയാലേ രക്ഷയുള്ളൂ. ഓ, എന്ത് ചെയ്യാനാണ് ദൈവമേ. എന്തൊരു കഷ്ടമാണ്. ഇനി നമ്മളെങ്ങനെ ജീവിക്കും മുതലാളി? നീ അടുത്ത് പോളൂ മുതലാളി. എടുക്ക് മുതലാളി, എടുക്ക് എടുക്ക്. ഹലോ, D കമ്പനി അധോലോക വർക്സ്. സർ, ഞങ്ങൾ 22 കമ്പനിയിൽ നിന്നാണ് വിളിക്കുന്നത്. സാറിന്റെ കാർ സർവീസിന് കൊടുത്തിരുന്നില്ലേ? കാറാ? കാറ് പോയിട്ടൊരു പൂ മുതലാളി. സോറി. ഒന്നും ഇല്ലടോ. ഞാൻ എവിടെ നിന്നാണ് കാർ സർവീസ് കൊടുക്കുന്നത്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇനി കാർ സർവീസിന് കൊടുത്തില്ലെങ്കിലും വേണ്ട. സാറിന്റെ 1 മുതൽ 5 വരെയുള്ള റേറ്റിംഗ് തന്നാൽ മതി. ഓ, അങ്ങനെ തരികയാണെങ്കിൽ എന്തെങ്കിലും കമ്മീഷൻ കിട്ടുവാ? 22 കമ്പനി ടാറ്റ പറഞ്ഞിട്ട് പോയടാ. ഷോ, എന്ത് ദാരിദ്ര്യം പിടിച്ച ജീവിതം. മുതലാളി, നമ്മൾ എന്ത് ചെയ്യും? ഒരു കൊട്ടേഷൻ കിട്ടാൻ നോക്കി മുന്നോട്ട് പോകാൻ പറ്റില്ല മുതലാളി. തീരെ ഗതികേടാണ് നമ്മൾ. ദൈവമേ, ഒരു നല്ല കൊട്ടേഷൻ കിട്ടണേ. മുതലാളി, ഞാൻ അടുത്ത് പോളും. എടുക്ക് മുതലാളി, എടുക്ക്. ദൈവമേ, ഈ കൊട്ടേഷൻ ഒരു 1.5 കൊട്ടേഷൻ ആയിരിക്കണമേ. ഹലോ, D കമ്പനി അധോലോക വർക്സ്. ശരി, ഓക്കെ. എന്നാണ്? ശരി സാർ, നാളെ 4 മണിക്ക് അല്ലേ? ഓക്കെ സാർ, ഡൺ. അടിച്ചടാ, നമുക്ക് കോൾ അടിച്ചിരിക്കുന്നു. ഒരു അധോലോക കൊട്ടേഷൻ വർക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നു. യെസ്, എന്റെ പൊന്നെ കലക്കി മുതലാളി. എടാ, ആദ്യമായിട്ട് നമുക്കൊരു കൊട്ടേഷൻ വർക്ക് കിട്ടിയിരിക്കുന്നു മുതലാളി. പൊടി. യെസ്. എന്താണ് കൊട്ടേഷൻ? ഒരു കുട്ടിയെ കിഡ്നാപ്പ് ചെയ്യണം. എത്ര കിട്ടും മുതലാളി? 10,000. എന്താണ് മുതലാളി? 15,000 കൊട്ടേഷൻ പിടിക്കുക? ഇതല്ലാതെ നമുക്ക് വേറെ വഴിയില്ലടാ. ശരിയാണ്,
എന്താണ് കൊട്ടേഷൻ പറ. സ്കൂൾ വിട്ടു വരുന്ന ഒരു കൊച്ചുകുട്ടിയെ കടത്തി കൊട്ടേഷൻകാരുടെ കയ്യിൽ കൊണ്ട് കൊടുക്കണം. അത്രയുള്ള യെസ്, സിമ്പിൾ വർക്ക്, സ്മൂത്ത് വർക്ക്. കൊച്ചുകുട്ടി യെസ്. നമ്മൾ പൊളിക്കും മുതലാളി. അപ്പൊ നാളെ വൈകുന്നേരം കൃത്യം 4 മണിക്ക്. ഡൺ. യെസ്. ഇതെന്ത് കോപ്പാണ് മുതലാളി? ഇതേ ഈ ജയന്റെ ഒക്കെ പടത്തില്ലേ ആളെ തിരിച്ചറിയിക്കാൻ വേണ്ടിട്ട് കുണ്ടുകളൊക്കെ വെക്കല്ലേ, അതാണ് ഈ മറുക്. കൊള്ളാമോ മുതലാളി? ഒരു സംശയമുണ്ട് മുതലാളി, ഇത് ഇവിടെ വെക്കണം അത് ഇവിടെ വെക്കണം. ഇങ്ങോട്ട് കാത് കാണിച്ച്. എന്തിനാ മുതലാളി? പറയാം. കാത് വെക്കണം. പൊട്ട് വേണ്ടല്ലേ മുതലാളി? ആളെ തിരിച്ചറിയാൻ സാരില്ല അല്ലേ? ശരി. ദേ കുട്ടി വന്നടാ, കുട്ടി. കുട്ടിയാ? ദേ നമ്മൾ കടത്താൻ പോണ കുട്ടി വന്നടാ. ഏത്? ടവറിന്റെ കുട്ടി, അതാണ്. ഇത് കുട്ടിയാ? ഇത് കുട്ടിയല്ല മുതലാളി. മുതലാളി പിന്നെ കൊമ്പനാണ്. ആലോചിച്ചിട്ട് ചെയ്താ പോരെ, അവന്റെ വണ്ണം കണ്ട. അയ്യോ, വേറെ വഴിയില്ല നമുക്ക്. ഇവന്മാരെന്താ ചെയ്യണമെന്ന് ഒളിഞ്ഞു നോക്കിയേക്കാം. അപ്പം മൂത്രമൊഴിക്കാൻ നിന്നതല്ലല്ലേ. അവൻ പോയി. ദേ പോണു. വാ 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 വാ. പതുക്കെ വാ, പതുക്കെ വാ. വാ 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 വാ. ശരി ശരി. ആകാശം എങ്ങനെയുണ്ട്? ആകാശം കൊള്ളാല്ല മുതലാളി. തെങ്ങ് എങ്ങനെയുണ്ട്? തെങ്ങ് നല്ല തേങ്ങ, മണ്ടര് വായിച്ച തെങ്ങ് തന്നെ മുതലാളി. ഞാൻ പോണു. എടാ, അത് മടത്തിയാണല്ലോ മൈനിയാണ്? അത് മൈനാണ് മുതലാളി, സംശയം വേണ്ട. ദേ പോണ്. ഇനി അവനെ പിടിച്ചോടാ. വാ വാ വാ, പിടിച്ചോ. നീ എന്ത് സ്പ്രേ ആണ് അടിച്ചോണ്ട് പോകുന്നത്? മുതലാളി അലമാരിരുന്ന ആ സ്പ്രേ ഇല്ലേ, അതാണ് ഞാൻ അടിച്ചത്. അയ്യോ, അതെന്റെ ബോഡി സ്പ്രേ ആയിരുന്നില്ല. അറിഞ്ഞുകൂടാ. അവൻ എന്താ പറയാ പറഞ്ഞ ആ കറച്ചു എടുത്ത്. എന്റെ ലൈസ് ആടാ പട്ടി. നിന്റെ ലൈസാ? നിന്റെ ലൈസ് ഇപ്പൊ കാണിച്ചടാ. എന്ത് ചെയ്യും? എന്ത് ചെയ്യണ? എന്നാ പിടിച്ചോടാ. അയ്യോ, എന്റെ മണിമുറ്റം പോയടാ. എന്റെ ലൈസ്. എന്ത് പറ്റും മുതലാളി? അയ്യോ, എന്റെ മെയിൻ ഐസി അടിച്ചു പോയെന്നൊരു സംശയം. മുതലാളിക്ക് ലവ് ചെയ്തൊക്കെ പറ്റുമോ മുതലാളി? അറിഞ്ഞുകൂടണ. ദേവ പോരടാ. വാ വാ വാ, എന്റെ ലൈസ് പോയല്ല. ഇട മാറ. എന്ത് കിട്ടി? മുതലാളിയായിരുന്ന ഇപ്പൊ കുട്ടിയെ കിട്ടില്ലേ? കുട്ടി പോയടാ പൊട്ടി. ഇല്ല മുതലാളി, കുട്ടി പിടിക്ക് വലിച്ചിട്. നോക്കി നിൽക്കാതെ വണ്ടി എടുത്തോണ്ട് പോണാ. ഞാൻ ഇപ്പൊ വിടുവാടാ. എന്നാ നീ വിട, ഞാനൊന്ന് കാണട്ടെ. എന്നാ പിടിച്ചോടാ. ഒരു ജാതി വിടലായി പോയല്ല. എന്തൊക്കെ സഹിക്കണം എന്റെ ദൈവമേ. എന്നാലും നിന്നെ ഞാൻ വിടില്ലടോ. എന്റെ കൈ വിട. ലേസ് വാച്ചടാ. വിട. എന്റെ കൈ വിട. അയ്യോ മുതലാളി, വണ്ടി റെഡി. നോക്ക്, നമ്മുടെ പൊളപ്പം വണ്ടി. ഇതാണോ എന്നെ കൊണ്ടുപോണ വണ്ടി? എടാ മോനെ, എഴുന്നേറ്റ്. വേനിച്ച നിനക്ക്? സോറി കേട്ടാ, സോറി. നീ ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ വീട്ടിൽ പോ. ഷോ, അഴുക്കൊക്കെ ആയല്ലേ. നാളെ നമുക്ക് കളിക്കാൻ കേട്ടാ. ഇതേമാതിരി കിഡ്നാപ്പ് കളി. ആരോടും പറയല്ലേ. അപ്പ എന്നെ തട്ടിക്കൊണ്ടു പോണില്ലേ? ഇല്ല. പണ്ടാരും എന്റെ ലൈസ് കുറെ കളഞ്ഞ്. നിങ്ങളുടെ കമ്പനിയുടെ പേരെന്തുവാ? ഡി കമ്പനി. വേറെ വല്ല പണിക്കും പോടോ. മുതലാളി, ദേവം പോണു. എന്തിനാണ് വെറുതെ വിട്ടത്? ഇതാണ് അവനെ കൊണ്ടുപോകാനുള്ള വണ്ടി. ഇത് പോരെ? എടാ, നമ്മുടെ കമ്പനിയുടെ പേരെന്താ? ഡി കമ്പനി. ഇനി തൊട്ട് നമ്മുടെ കമ്പനിയുടെ പേര് CD കമ്പനി. അതോപോലെ വർക്സ്.